റിപ്പോർട്ടർ ബ്രേക്കിംഗ്. KPCC അധ്യക്ഷ പദവിക്കായി ചരടുവലികൾ ശക്തം. യുവനേതാക്കളും അധ്യക്ഷ പദവി പ്രതീക്ഷിച്ച് രംഗത്തുണ്ട്. മാത്യു കോൾനാടൻ, ഷാഫി പറമ്പിൽ എന്നിവരും പരിഗണനാ പട്ടികയിലുണ്ട്. വൈകാതെ KPCC അധ്യക്ഷനെ നിയമിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. ദീപാദാസ് മുൻഷി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കും. അറോഷിപാൽ വിവരങ്ങൾ നൽകും. അറോഷിപാൽ, ഇപ്പോൾ മുതിർന്ന പല നേതാക്കളും KPCC അധ്യക്ഷ സ്ഥാനം മോഹിച്ചുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയും നേരത്തെ ഹൈക്കമാൻഡിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യുവനേതാക്കളുടെ പേരുകൾ കൂടി കേൾക്കുന്നു. ഇതിന്മേലൊരു തീരുമാനം എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്? ചർച്ചകൾ എപ്പോൾ നടക്കും റോഷിപാൽ? സ്മൃതി, പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്നത്. അതാകട്ടെ സംസ്ഥാനത്തിന്റെ ചുമതല ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി തിരിച്ച് ദില്ലിയിലെത്തിയത്. രാഹുൽ ഗാന്ധി എത്തിയതോടെ ചർച്ചകൾക്ക് വേഗം പകരുകയാണ്. ദീപാദാസ് മുൻഷി ദില്ലിയിലുണ്ട്. ദീപാദാസ് മുൻഷി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് പുനഃസംഘടന നടത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായി, 2 വർക്കിംഗ് പ്രസിഡന്റുമാർ, അത് PC വിശ്വനാഥും ഒപ്പം AP അനിൽകുമാർ മന്ത്രിയായി. അതോടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് സർക്കാരും പാർട്ടിയും തമ്മിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഒപ്പം ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ പ്രതിസന്ധിയിലാകുന്നു. ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ നിയമിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ചർച്ചകൾ വേഗത്തിലാവുകയും ഒരുപക്ഷെ 10 ദിവസത്തിനകം തന്നെ KPCC അധ്യക്ഷനെ നിയമിക്കുകയും ചെയ്യും. അതിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവ നേതാക്കൾക്കും അവസരം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് പല കോണുകളിൽ നിന്നും. അതിൽ പ്രധാനമായുള്ളത് മാത്യു കോൾനാടനാണ്. അതിനൊപ്പം ഷാഫി പറമ്പിൽ. ഈ 2 പേരെ പരിഗണിക്കണം അധ്യക്ഷ പദവിയിലേക്ക് എന്ന ആവശ്യമാണ്. അതേസമയം തന്നെ പരിചയസമ്പത്തുള്ള നേതാക്കളാണ് ഈ ഘട്ടത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് നിയമിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് അധികാരമുള്ളതാണ്, 102 സീറ്റോടുകൂടി അധികാരത്തിലെത്തിയതാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിനെ സഹായിക്കാൻ കഴിയുന്ന പരിചയസമ്പത്തുണ്ടാകണം. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ളതുപോലെ തർക്കങ്ങൾ പാർട്ടിയും സർക്കാരും മറ്റ് 2 വഴികളിൽ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അതുകൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വിശദമായ ചർച്ചകൾക്ക് തന്നെയാണ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. പക്ഷേ 10 ദിവസത്തിനകം ഒരുപക്ഷെ അധ്യക്ഷനെ തീരുമാനിക്കും. അതിനുശേഷമാകും മറ്റു ഭാരവാഹികളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയും നടക്കുക. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.